പരിശുദ്ധമായ ഈ മാസത്തിൻ്റെയും ദിവസത്തിൻ്റെയും ബറക്കത്തുകൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് പരിപൂർണമായി മഗ്ഫിറത്ത് തന്ന് പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ മാസത്തിൽ നമ്മൾ ചെയ്തതും ചെയ്യുന്നതുമായ മൗലിദിൻ്റെ മദ്ഹിൻ്റെ മുഴുവൻ സദസ്സുകൾ, നമ്മുടെ അമലുകൾ എല്ലാം അല്ലാഹു പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അതിൻ്റെ ബറക്കാത്തുകൾ നാം ഓരോരുത്തരുടെയും ശരീരത്തിലും ജീവിതത്തിലും കുടുംബത്തിലും കച്ചവട തൊഴിൽ മേഖലകളിലും ഏറ്റവും വലിയ അനുഗ്രഹമായി അള്ളാഹു ചൊരിഞ്ഞു തന്ന് വിജയിപ്പിക്കട്ടെ. എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ശിഫയും സലാമത്തും പ്രദാനിക്കട്ടെ. മറ്റപകടങ്ങൾ, ആപത്തുകൾ, മുസീബത്തുകൾ എല്ലാത്തിനെത്തൊട്ടും അള്ളാഹു കാക്കട്ടെ. മരിച്ചുപോയവർ, നമ്മുടെ കാരണവന്മാർ, തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിനുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പരിശുദ്ധമായ ഈ സമയങ്ങളുടെ നൂറുകൊണ്ട് അവരുടെ ഖബറുകൾ അല്ലാഹു അലങ്കരിക്കട്ടെ. നാളെ ജന്നത്തുൽ ഫിർദൗസിൽ കൂടാനുള്ള മഹാസൗഭാഗ്യം കൊണ്ട് അവരെയും നമ്മെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി റസൂലിൻ്റെ മദ്ഹാണ് കുറച്ചാഴ്ചകളായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളായ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യമായി നിർബന്ധമാകുന്ന കാര്യം അള്ളാഹുവിൻ്റെ റസൂലിനെ പഠിക്കുക എന്നുള്ളതാണ്. റസൂൽ ആരാണ്? റസൂലിൻ്റെ വ്യക്തിത്വം, റസൂലിൻ്റെ സ്വഭാവ ഗുണങ്ങൾ, റസൂലിൻ്റെ കുടുംബം, റസൂലുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾ കൃത്യമായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക, അത് വിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് ആദ്യമായി നിർബന്ധമാകുന്ന ഒരു കാര്യമാണ്. ഫിഖ്ഹിന്റെ ഉലമാക്കൾ പറയുന്നത് വഅവ്വലു വാജിബിൻ അലൽ ആബാ ഹത്താ അലൽ അംരി ബിസ്സലാ തഅലീമുഹു അയ്യൽ മുമയ്യിസ അന്ന നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വവുലിദ ബിഹാ വദുഫിന ഫിൽ മദീന വമാത്ത ബിഹാ. രക്ഷകർത്താക്കൾക്ക് ആദ്യമായി നിർബന്ധമാകുന്ന കാര്യം എന്താണ്? കുട്ടികളുമായി ബന്ധപ്പെട്ട് പിതാക്കന്മാർക്ക്, രക്ഷകർത്താക്കൾക്ക് അവരുടെ മക്കളുമായി ബന്ധപ്പെട്ട് ആദ്യമായി നിർബന്ധമാകുന്നത്, അവരെ പഠിപ്പിക്കേണ്ടത് ഹത്താ അലൽ അംരി ബിസ്സലാ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിന് മുമ്പ് കൊച്ചുമക്കളോട് നിസ്കാരം പഠിപ്പിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ അത് കൽപ്പിക്കുന്നതിന് മുമ്പ് നിർബന്ധമാകുന്നത് തഅലീമുഹു, വകതിരിവുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ്. എന്ത്? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി. റസൂലിന്റെ പേര്, വസ്മു അബീഹി, റസൂലിന്റെ പിതാവിന്റെ പേര്, വസ്മു ഉമ്മിഹി, റസൂലിന്റെ ഉമ്മയുടെ പേര്. അവസാനത്തെ പ്രവാചകനാണ്, ഖാത്തിമുൻ നബിയീൻ, അവസാനത്തെ പ്രവാചകനാണ്.
അത്തരം കാര്യങ്ങൾ. അതുപോലെ മക്കയിലാണ് പിറന്നത്, പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് മക്കയിലാണ്. പിന്നീട് മദീനയിലേക്ക് പോയി, വഫാത്തായത് മദീനയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾ അതാണ് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കുട്ടികൾക്ക്. അത് കഴിഞ്ഞിട്ടാണ് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് വകതിരിവുള്ള കുട്ടികൾക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കേണ്ടതും അവരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടതും. അപ്പൊ ചുരുക്കം റസൂലിനെ പറ്റി പഠിക്കുക എന്നുള്ളത്, റസൂലിനെ അറിയുക, അത് റസൂലിന്റെ വ്യക്തിത്വവും സ്വഭാവവും കുടുംബവും എല്ലാം അത് മുസ്ലിമിന് ആദ്യമായി നിർബന്ധമാകുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിറാ ഗുഹയിൽ വച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ആദ്യമായി ഇഖ്റഇന്റെ വഹി അവതരിപ്പിച്ചു കൊടുത്ത് പ്രവാചകത്വം ലഭിച്ച സമയം, റസൂലിന് പ്രവാചകത്വം ലഭിച്ച ആ സമയത്ത് ആദ്യമായിട്ട് മക്കക്കാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് റസൂൽ ആദർശ പ്രസംഗം നടത്താൻ സഫ കുന്നിന്റെ മുകളിൽ അള്ളാന്റെ റസൂല് കയറി നിന്നു. മക്കയിലുള്ള തന്റെ കുടുംബക്കാരും അല്ലാത്തവരുമാകുന്ന മുഴുവൻ ആളുകളെയും മലഞ്ചെരുവിൽ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസംഗിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയെ പറ്റി, അള്ളാഹു ഏകനാണ്, ഞാൻ ആ അള്ളാഹുവിന്റെ ദൂതനാണ്, പ്രവാചകനാണ്, എന്നെ അള്ളാഹു റസൂലായി പ്രവാചകനായി നിയോഗിച്ചിരിക്കുകയാണ്. പരിശുദ്ധമായ ദീനിനെ പറ്റിയും ഇസ്ലാമിനെ പറ്റിയും ഷഹാദത്തിനെ പറ്റിയും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് സംസാരിക്കുന്ന സമയമാണ്. മക്കക്കാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് സംസാരിക്കുന്ന ആ ആദർശം പറയുന്നതിന് മുമ്പ്, പ്രവാചകത്വത്തെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് ചെയ്തതും പറഞ്ഞതെന്നറിയോ? തന്നെ പറ്റി, തന്റെ നിഷ്കളങ്കതയെ പറ്റി, തന്റെ സത്യസന്ധതയെ പറ്റി അവരോട് പറഞ്ഞ്, അല്ലെങ്കിൽ അവരെ കൊണ്ടത് സമ്മതിപ്പിക്കുകയാണ് ചെയ്തത്. അള്ളാന്റെ റസൂലിന്റെ സത്യസന്ധതയും സ്വഭാവ മഹിമയും താഴെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെ കൊണ്ട് റസൂല് സമ്മതിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. എന്നിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അവരോട് പറഞ്ഞത്. റസൂൽ എന്താ പറഞ്ഞത്? ഖാല അറഅയ്തും ലൗ അഖ്ബർതുകും അന്ന ഖൈലൻ ബിൽ വാദി തുരീദു അൻ തുഗീറ അലൈക്കും. റസൂൽ അവരോട് ചോദിക്കാൻ, ഇതുവരെ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്, ഞാനിപ്പോ നിങ്ങളോട് പറയാണ്, പർവ്വതത്തിന്റെ ജബൽ അബീ ഖുബൈസ് മലയുടെ മറുഭാഗത്ത് നിന്ന് ഒരു വലിയ സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അകുന്തും മുസദ്ദിഖിയ്യ, നിങ്ങൾ വിശ്വസിക്കോ? ഒരു വലിയ സൈന്യം ഈ മലയുടെ അപ്പുറയിൽ നിന്ന് അപ്പുറ ഭാഗത്ത് നിന്ന് നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വരാൻ എന്ന് ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമോ? ഒരുമിച്ച് കൂടിയ ആളുകൾ മുഴുവനും പറഞ്ഞു, നഅം, ഞങ്ങൾ അംഗീകരിക്കും, ഞങ്ങൾ സമ്മതിക്കും, നീ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കും. കാരണം എന്താണ്? മാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖാ, സത്യമല്ലാത്തത് ഇതുവരെ നിന്റെ നാവിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ സത്യം മാത്രം പറയുന്ന ആളാണ്, നീ അല്ലമീനാണ്.
അതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കും, ഞങ്ങൾ വിശ്വസിക്കും എന്ന് ആ മക്കക്കാര് മുഴുവനും അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു എന്നാണ്. അത് അവരെ കൊണ്ട് തന്റെ സ്വഭാവ ഗുണം സത്യസന്ധത ആ മക്കക്കാരെ കൊണ്ട് അംഗീകരിപ്പിച്ചിട്ടാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അവരോട് പറഞ്ഞത്. ഞാൻ റസൂലാണ്, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്. ഈ ബിംബങ്ങളെ മുഴുവനും വലിച്ചെറിയണം, അവയുടെ മുന്നിൽ പോയിട്ട് തലകുത്തി നിൽക്കണ ഏർപ്പാടൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്നവരോട് പറഞ്ഞത് തന്റെ സത്യസന്ധത അവരെ കൊണ്ട്, സ്വഭാവ ഗുണം അവരെ കൊണ്ട് സമ്മതിപ്പിച്ചതിന് ശേഷം. അതുകൊണ്ട് ആദ്യം അള്ളാന്റെ റസൂല് ആരാന്നും റസൂലിന്റെ സ്വഭാവം എന്താണെന്നും മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അതൊക്കെ പഠിക്കലാണ്. നിസ്കാരത്തിൽ വജ്ജഹതു ഒരാൾക്കറിയാം, പക്ഷേ റസൂലിന്റെ മാതാപിതാക്കളുടെ പേരെന്താണ് എന്ന മനുഷ്യൻ അറിയില്ല. അങ്ങനെ ആകാൻ പാടില്ല. വജ്ജഹത്തു ഓതാൻ അറിയാം, റസൂലിന്റെ വാപ്പയുടെ പേരെന്താണ് അബ്ദുള്ള അറിയില്ല, അല്ലെങ്കിൽ ആമിന ഉമ്മ അറിയില്ല. അങ്ങനെ ആകാൻ പാടില്ല. നിസ്കാരത്തിലെ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ റസൂലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം ഒരു മുസ്ലിമായ മനുഷ്യൻ. നോക്കിക്കേ, പുറത്ത് 2 സ്പീക്കർ വർക്കല്ല. നിസ്കാരത്തിൽ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പേ തന്നെ റസൂലുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ അത് പഠിക്കൽ മുസ്ലിമിന് നിർബന്ധമാണെന്നാണ്. ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഉംറ നിർവഹിക്കേണ്ടത് എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ അറിയാം. ഇഹ്റാം ചെയ്തിട്ട് പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റും പോയി തവാഫ് ചെയ്ത് സഫ മർവ മലകൾക്കിടയിൽ സഈ ചെയ്ത് മുടി കളഞ്ഞാൽ ഉംറ പൂർത്തിയായി. അതൊരു മനുഷ്യനറിയാം. പക്ഷെ അള്ളാന്റെ റസൂലിന്റെ മക്കൾ ആരൊക്കെയാണ് എന്ന ചോദ്യത്തിന് മറുപടിയില്ല. അങ്ങനെ പറ്റൂല, ശരിയാകൂല. അള്ളാന്റെ റസൂലിന്റെ മക്കൾ 3 ആൺമക്കളാണ്. ചെറുപ്പത്തിലെ 3 പേരും വഫാത്തായി പോയിട്ടുണ്ട്. അവര് അബ്ദുള്ളയാണ്, ഖാസിമാണ്, ഇബ്രാഹിമാണ്. 4 പെൺമക്കളാണ്. അവര് സൈനബാണ്, റുഖിയയാണ്, ഉമ്മു കുൽസുമാണ്, ഫാത്തിമയാണ് റളിയല്ലാഹു തആല അൻഹുൻ. അത് പഠിക്കണം. ഹജ്ജ് എങ്ങനെ ചെയ്യാം, ഉംറ എങ്ങനെ നിർവഹിക്കാം, ശരിയാണ്. അതൊക്കെ നമുക്ക് ആവശ്യത്തിന് അതൊക്കെ നമ്മൾ പഠിക്കണം. പക്ഷേ അതിനു മുമ്പ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി, റസൂലിന്റെ സ്വഭാവ ഗുണങ്ങളെ പറ്റി, റസൂലിന്റെ വ്യക്തിത്വ മഹാത്മ്യത്തെ പറ്റി അത് മുസ്ലിം പഠിക്കണമെന്നാണ്. എന്തിനാണത് പഠിക്കുന്നത്? നബിയുടെ സ്വഭാവം നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ മുത്ത് നബിയുടെ സ്വഭാവം നമ്മുടെ സ്വഭാവമാക്കി മാറ്റാനാണ്. അതിനുവേണ്ടിയാണ് പഠിക്കുമ്പോ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലോ. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോന്ന് പരിശോധിക്കാം. അത് നമ്മുടെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. നബിയുടെ ഒരു സ്വഭാവം, ഒറ്റ സ്വഭാവം നമുക്ക് പറയാം. അള്ളാന്റെ റസൂലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം, കൂടെയുള്ളവരോട്, തന്റെ മുന്നിലുള്ളവരോട് പോസിറ്റീവായി സംസാരിക്കുകയും ആ നിലക്ക് അവരോട് പെരുമാറുകയും ചെയ്യുക അള്ളാന്റെ റസൂലിന്റെ വല്ലാത്തൊരു സ്വഭാവമായിരുന്നു. ആളുകളോട് പോസിറ്റീവായി മാത്രം സമീപിക്കുക, ആ നിലക്ക് മാത്രം വർത്താനം പറയുക. ഇന്നത്തെ കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണ്. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുക, ആ നിലക്ക് സംസാരിക്കുക. റസൂലിന്റെ മുന്നിൽ വരുന്ന ആളുകളോട് റസൂലിന്റെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള മനുഷ്യൻ ഞാനാണ് എന്ന് അവർക്ക് തോന്നും. ഓരോരുത്തർക്കും
ആത്മാർത്ഥമായിട്ടുള്ള വർത്താനാണ്, ഇല്ലാത്ത കാര്യങ്ങളല്ല. നെഗറ്റീവുകൾ ഇല്ലാത്തോണ്ടല്ല, നെഗറ്റീവുകൾ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ അതൊക്കെ തിരുത്തി കൊടുക്കേണ്ട രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ തിരുത്തി കൊടുക്കും. പക്ഷെ അവരോട് സംസാരിക്കുമ്പോ, അവരെ സമീപിക്കുമ്പോ, അവരോട് പെരുമാറുമ്പോ ആ പോസിറ്റീവുകൾ മാത്രം വെച്ചുകൊണ്ട് ഞാനാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള മനുഷ്യൻ തോന്നും. ലൗ കുന്തു മുത്തഖിദൻ മിൻ അഹ്ലിൽ അർളി ഖലീല, ഈ ഭൂമിയിൽ നിന്ന് ഞാനൊരു ഖലീലിനെ തിരഞ്ഞെടുക്കുമായിരുന്നുവെങ്കിൽ, ഒരു കൂട്ടാളിയെ, എന്റെ പ്രവാചകത്വത്തിന് ഒരു കൂട്ടാളിയെ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കുമായിരുന്നുവെങ്കിൽ ലത്തഖതു അബൂബക്കറിൻ ഖലീല, ഞാൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ തിരഞ്ഞെടുക്കും. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഫിറ്റായ ആള്, ടോപ്പായ ആള് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് എന്റെ പ്രവാചകത്വത്തിൽ ഒരു കൂട്ടാളിയെ ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനൊറ്റ മറുപടി ഉള്ളൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി റസൂൽ എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമർ വഖൽബി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ്ഖിനെ തീരുമാനിച്ചിരിക്കുന്നു, നിശ്ചയിച്ചിരിക്കുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നാവിലും ഉമറിന്റെ ചിന്തയിലും. ഉമർ ചിന്തിക്കുന്നതും ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നതും അത് ഏറ്റവും വലിയ ഹഖ്ഖായിരിക്കും, സത്യമായിരിക്കും. അപ്പൊ തോന്നും സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പ് ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ്, ഏറ്റവും ക്വാളിറ്റി ഉള്ള ആള്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് തന്റെ മകൾ റുഖിയ ബീവിയെ അല്ലാഹുവിന്റെ റസൂൽ വിവാഹം ചെയ്തു കൊടുത്തു. റുഖിയ ബീവി വഫാത്തായി കഴിഞ്ഞപ്പോ ഉമ്മു കുൽസൂം ബീവിയെ വിവാഹം ചെയ്തു കൊടുത്തു. രണ്ട് പെൺമക്കൾ. അതുകൊണ്ടാണ് ദുന്നൂറൈൻ, രണ്ട് പ്രകാശങ്ങളുടെ ഉടമ എന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് പേര് വരാൻ കാരണം അതാണ്. രണ്ട് പ്രകാശങ്ങൾ, ദുന്നൂറൈൻ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. റസൂലിന്റെ രണ്ട് പെൺമക്കളുടെ ഭർത്താവാകാൻ ഭാഗ്യം സിദ്ധിച്ച മഹാനാണ്. ഉമ്മു കുൽസും ബീവി വഫാത്തായി കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലൗ കാന ഇൻദനാ സാലിസ, ഇനി വിവാഹം ചെയ്തേക്കാൻ കൊടുക്കാൻ മൂന്നാമതൊരു മകൾ കൂടി എന്റെ അടുക്കൽ ബാക്കിയുണ്ടായിരുന്നുവെങ്കിൽ ലസവ്വജ്നാകഹാ യാ ഉസ്മാൻ, ഉസ്മാൻ തങ്ങളെ നിങ്ങൾക്ക് തന്നെ ഞാൻ വിവാഹം ചെയ്തു തരുമായിരുന്നു, നിങ്ങൾക്ക് തന്നെ. ഇനി മൂന്നാമത് ഫാത്തിമ ബീവിയുടെയൊക്കെ വിവാഹം കഴിഞ്ഞിരുന്നു. ഇനി ഒരാൾ കൂടി വിവാഹം ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ അങ്ങേക്ക്. ആരോടാണ് ഈ പറയുന്നത്? ഏകദേശം 60 വയസ്സ് കഴിഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. ഏകദേശം 60 വയസ്സ് കഴിഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു തആല ഇനി ഒരാൾ കൂടി ഉണ്ടായി അങ്ങേക്ക് തന്നെ. അപ്പൊ സഹാബത്തിന്റെ കൂട്ടത്തിൽ സ്വന്തം മക്കളെ എല്ലാം വിവാഹം ചെയ്തു കൊടുക്കാൻ പാകത്തിന് ഏറ്റവും യോഗ്യൻ ഉസ്മാൻ റളിയല്ലാഹു തആല ആ ശൈലിയിലാണ് വർത്താനം. അന മദീനത്തുൽ ഇൽമി, ഞാൻ ഇൽമിന്റെ ഒരു പട്ടണമാണെങ്കിൽ, വിജ്ഞാനത്തിന്റെ ഒരു പട്ടണമാണെങ്കിൽ, വഅലിയുൻ ബാബുഹാ, അലി റളിയല്ലാഹു തആല അൻഹു ആണ് അതിന്റെ കവാടം. ഞാൻ വിജ്ഞാനത്തിന്റെ ഒരു പട്ടണമാണെങ്കിൽ അതിന്റെ കവാടം അലിയാർ തങ്ങളാണ്. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആലിം അപ്പാരാണ് അലി റളിയല്ലാഹു തആല അൻഹു. അപ്പൊ ആ നിലക്ക് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തന്റെ മുന്നിൽ വരുന്ന ആളുകളോട് എന്തൊക്കെ നെഗറ്റീവുകൾ ഉണ്ടാകട്ടെ, പോസിറ്റീവിനെ പറ്റി മാത്രം പറയാം. താൻ ഏറ്റവും യോഗ്യൻ. അത് ആത്മാർത്ഥമായിട്ടുള്ള സംസാരമാണ്, ഇല്ലാത്തത് പറഞ്ഞിട്ടുള്ള സംസാരമൊന്നുമല്ല. ഉള്ള നന്മകൾ, ഏറ്റവും നല്ല യോഗ്യതകൾ, അത് വച്ചുകൊണ്ട് ആളുകളോട് സംസാരിക്കുന്ന ഒരു രീതി, അത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുപഠിക്കേണ്ട, ജീവിതത്തിൽ പകർത്തേണ്ട ഏറ്റവും വലിയൊരു സ്വഭാവ ഗുണമാണ്. നെഗറ്റീവുകൾ മാറ്റും. നെഗറ്റീവ് ഇല്ലാത്തവരില്ലല്ലോ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നല്ലതും ചീത്തയും എല്ലാവരിലും ഉണ്ട്. അത് എന്നിലുണ്ട്, നിങ്ങളിലുണ്ട്, എല്ലാവരിലും ഉണ്ട്.
ആ ചീത്ത മാത്രം, നെഗറ്റീവുകൾ മാത്രം നോക്കിയിട്ട് ആളുകളുമായിട്ട് ബന്ധപ്പെടാനും സംസാരിക്കാനും നിന്നാൽ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റൂലല്ലോ. ഒരാളുടെ മോശമായ കാര്യങ്ങൾ മാത്രം അത് വച്ചുകൊണ്ട് മാത്രം അവരുമായിട്ട് സംസാരിക്കാനും ബന്ധപ്പെടാനും നോക്കിക്കിട്ടുന്ന നടക്കൂല. ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂല നമുക്ക്. കാരണം ഈ കുറവുകളില്ലാത്ത ആളുകളില്ല, ന്യൂനതകളില്ലാത്തവർ, നെഗറ്റീവുകളില്ലാത്തവർ ഇല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹു വഫാത്തായി കിടക്കുന്ന കാഴ്ച കണ്ടിട്ടാണ്. ആ നിലക്ക് ശരീരം വെട്ടി പൊളിച്ച് കീറി വികൃതമാക്കി വലിച്ചു കീറിയിട്ടേക്കാണ്. ഉഹദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട കണ്ണീര് വീണുപോയൊരു സന്ദർഭമാണ്. ചെയ്തതാരാണ്? ചാട്ടുളി എറിഞ്ഞത് വഹ്ശിയാണ്. അത് ഏൽപ്പിച്ചത് ഹിന്ദാണ്, അബൂ സുഫിയാന്റെ ഭാര്യയാണ്. ആയുധ പരിശീലനം കൊടുത്തത് വഹ്ശിക്ക് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു ആണ്. എല്ലാവരെയും അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ടവരാക്കി മാറ്റി, പിന്നെ സ്വർഗത്തിലെ കൂട്ടുകാരാക്കി മാറ്റി. ജാഹിലിയത്തിലായിക്കോട്ടെ എങ്കിലും അള്ളാന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ ആ പിഴവ് അവരിൽ നിന്നാണ് ഉണ്ടായത്. ഈ 3 പേരാണ് അതിന്റെ കാരണക്കാര്. പക്ഷേ അത് വച്ചുകൊണ്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യമായിട്ട് അവരോട് പെരുമാറിയിട്ടില്ല. പിന്നീട് അത് പൊരുത്തപ്പെട്ടു കൊടുത്തു അള്ളാന്റെ റസൂൽ. അത് പൊരുത്തപ്പെടുത്തു. നെഗറ്റീവ് അത് വെച്ചുകൊണ്ട് മാത്രം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു എന്റെ മൂത്താപ്പയെ അല്ലെങ്കിൽ എന്റെ പിതൃവ്യനെ ആ നിലക്ക് വികൃതമായി കൊല്ലുന്നതിന് വഹ്ശിക്ക് ആയുധ പരിശീലനം കൊടുത്തത് ഖാലിദ് ബിൻ വലീദാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂല് പിന്നെ ആ നിലക്ക് സംസാരിച്ച് മാറ്റി നിർത്തിയിട്ടില്ലല്ലോ. അള്ളാന്റെ റസൂലിന്റെ രീതി അതാണ്. നെഗറ്റീവ് അല്ലെങ്കിൽ പിഴവുകൾ മാത്രം വെച്ചുകൊണ്ട് ആളുകളോട് പെരുമാറുന്ന ഒരു രീതി അള്ളാന്റെ റസൂലിനില്ലായിരുന്നു. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റൂല മുസ്ലിമിന്. ഒരു കുടുംബം തന്നെ താറുമാറായി പോകൂലോ. സ്വന്തം ഭാര്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന തെറ്റുകളും കുറവുകളും മാത്രം നോക്കിയിരുന്നിട്ട് പ്രതികരിക്കാൻ നോക്കിയാൽ എത്ര കാലം മുന്നോട്ട് പോകും? അതുകൊണ്ടാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, നിങ്ങളുടെ ഇണയിൽ നിന്ന്, ഭാര്യയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒന്ന് കണ്ടാൽ, നിങ്ങൾ വെറുക്കുന്ന എന്തെങ്കിലും നിങ്ങൾ കണ്ടാൽ, അവളിൽ ഉള്ള നന്മകളെ ഓർത്തുകൊണ്ട് ഇത് നിങ്ങൾ മറന്നു കളഞ്ഞേരെ. ഖാല റസൂലുള്ളാഹി, വേറെ എന്തൊരു നന്മകളുണ്ട് അവൾക്ക്. ഇന്നലെ നിന്റെ കൂടെയല്ലേ അവൾ കിടന്നത്, നിനക്ക് വസ്ത്രം കഴുകി തരുന്നത് അവളല്ലേ, അല്ലെങ്കിൽ ഇസ്തിരിയിട്ട് തരുന്നത് അവളല്ലേ, നിന്റെ മക്കളെ പ്രസവിച്ചത് അവളല്ലേ, അവരെത്ര കാലം വളർത്തിയത് അവളല്ലേ. അവളുടെ നന്മകൾ ഓർക്ക്, എത്രയോ നന്മകൾ. അത് വച്ച് കണ്ട് ഈ ചെറിയ പോരായ്മ, നിനക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, അത് നീ മറന്നുകളാ, അതിൽ കയറി പിടിച്ച് നീ കുഴപ്പമുണ്ടാക്കല്ലേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറയാണ്, അള്ളാന്റെ റസൂൽ കുടുംബത്തിൽ ഈ പറഞ്ഞ നെഗറ്റീവുകളും പോരായ്മകളും അതിന്റെ പിന്നാലെ മാത്രം നടന്നാൽ ജീവിതം നടക്കൂല ഈ ദുനിയാവിൽ. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന് ഒരു കറാമത്ത് ഉണ്ടായിരുന്നല്ലോ. ആളുകൾ ഒന്നുകൊടുക്കുമ്പോ ഇറ്റുവീഴുന്ന വെള്ളത്തിലൂടെ അവരുടെ പാപങ്ങൾ കഴുകി പോകുന്നത് കണ്ണുകൊണ്ട് കാണാനുള്ള കഴിവുണ്ടായിരുന്നു. അല്ലാത്തൊരു കറാമത്താണ്. ആളുകൾ ഒന്നുകൊടുക്കുമ്പോ കൈകാലുകളിലൂടെ, മുഖത്തിലൂടെ വീഴുന്ന വെള്ളത്തിലൂടെ അവരുടെ പാപങ്ങൾ, അവര് കണ്ടത്, അവര് പിടിച്ചത്, അവര് നടന്നത്, ഇതെല്ലാം അങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നത് കാണാനുള്ള കഴിവ് അബൂ ഹനീഫ ഇമാമിനുണ്ടായിരുന്നു. അവസാനം ഇടങ്ങേറായി മഹാനവറുകൾ. ഒരു മനുഷ്യനോടും ആത്മാർത്ഥമായിട്ട് അടുക്കാൻ പറ്റാതായി. സംസാരിക്കുമ്പോ അവൻ മുന്നിൽ വരുമ്പോ വലിയ മാന്യമായിട്ട് സംസാരിക്കുമ്പോ, അതൊക്കെ ചെയ്തവനല്ലേ, ഇന്നലെ കഴുകിപ്പോയ ആ തെറ്റുകളൊക്കെ ചെയ്തവനല്ലേ ഇവൻ, എന്റെ മുന്നിൽ വലിയ മാന്യനായിട്ട് വന്ന് നിൽക്കാൻ എന്നൊരു ചിന്ത ഉള്ളിൽ നിന്ന് കടന്നു വരികയാണ്. അതുകൊണ്ട് ആരുമായിട്ടും ആത്മാർത്ഥമായിട്ട് അടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അവസാന കറാമത്ത് തന്നിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടി ദുആ ചെയ്തു എന്നാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി തആല അലൈഹി.
അതുകൊണ്ട് അള്ളാന്റെ റസൂലിനെ നമ്മൾ പഠിക്കുമ്പോൾ, റസൂലിന്റെ ഓരോ സ്വഭാവ ഗുണങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്താൻ, അതിനുവേണ്ടിയാണ് നമ്മളത് പഠിക്കുന്നത്. അതിനുവേണ്ടി റസൂലിന്റെ ഏറ്റവും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബത്തിലും സമൂഹത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പോസിറ്റീവായി മാത്രം കാണുക. പോസിറ്റീവ് ആയ വശങ്ങൾ അത് മാത്രം നമ്മൾ കണ്ട് ആളുകളോട് സംസാരിക്കുക, ആളുകളോട് ഇടപഴകുക. ചില ആളുകൾ ചിലപ്പോ പറയും, എനിക്ക് ആരോടും ഒരു പേടിയൊന്നുമില്ല, എന്തും ആരുടെ മുഖത്ത് നോക്കിയും വർത്താനം പറയുന്നതിന് എനിക്കൊരു പേടിയില്ല, ഞാൻ ഉള്ളതല്ലേ പറയൂ എന്നൊക്കെ ചില ആളുകൾ സാധാരണ നമുക്കിടയിലുള്ള ഒരു വർത്താനാണ്. എനിക്കൊരു പേടി ആരോടും എന്തും പറയുന്നതിന്, എനിക്കൊരു പേടിയില്ല, ഉള്ളതല്ലേ ഞാൻ പറയൂ എന്നൊക്കെ ചിലപ്പോൾ പറയും. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. അങ്ങനെ പറയാൻ നമുക്ക് പറയാൻ തോന്നുന്ന പല കാര്യങ്ങളും പറയാതെ ഒതുക്കി നിർത്തുമ്പോഴാണ് അള്ളാന്റെ റസൂലിനോടുള്ള മഹബത്തിന്റെ, റസൂലിന്റെ യഥാർത്ഥ അനുയായിയായി നമ്മള് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ നമുക്ക് പറ്റുന്നത്. എല്ലാം പറയുമ്പോഴല്ല, ഉള്ളതായിരിക്കാം, സംഗതി ശരിയാണ്, ഉള്ളതാണ്. പക്ഷേ അത് അവന് ഇഷ്ടല്ലേ, പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു യഥാർത്ഥ മുഅ്മിനായി, റസൂലിന്റെ യഥാർത്ഥ അനുയായിയായി ജീവിച്ച് മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.